ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡേ 2 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പത്മനാഭപുരം പാലസിനകമൊക്കെ ഒന്ന് കുറച്ച് മാത്രം വീഡിയോയും ബാക്കി കുറച്ച് ഫോട്ടോസുമാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഒരുപാടൊന്നും അങ്ങനെ വീഡിയോ എടുത്തുവിടാം. പിന്നെ ഇത് മൊത്തം തടിയിൽ തീർത്തൊരു കൊട്ടാരമാണ് കേട്ടോ. ഫുള്ളായിട്ട് മൊത്തം തേക്കും അതായത് കൽപ്പണികൾ, അതുപോലെ തന്നെ ഈ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓരോന്നും കാണുമ്പോൾ അറിയാൻ പറ്റും അതിലെന്തുമാത്രം കൊത്തുപണിയാണ് ചെയ്തിരിക്കുന്നത്, ആ തടിയെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നടുമുറ്റമാണ്. അവിടെ കയറുമ്പോൾ തന്നെ ഒരു വിളക്ക്, അതായത് കുതിര വിളക്ക് എന്ന് പറയുന്നത്, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കട്ടിലുണ്ട്. പിന്നെ അതേ നമ്മൾ നേരെ മുകളിലേക്കാണ് കേട്ടോ പോകുന്നത്. 2 തട്ടാണ്, അതായത് 2 നില കൊട്ടാരമാണിത്. അപ്പോൾ അത് 2 നില കൊട്ടാരം എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കാണണ്ട, ഒരുപാട് നമുക്ക് ചുറ്റി കറങ്ങി കാണാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഇരുണ്ട ഭാഗത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ ഒരിടത്ത് കറണ്ട് ഇല്ല, അതായത് ലൈറ്റൊന്നുമില്ല. നമ്മളിവിടുത്തെ ആ ഒരു വെട്ടം വെച്ചിട്ടാണ് ഫുൾ കാണുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു മീറ്റിംഗ് നടക്കുന്ന ഏരിയ ആണ്. പക്ഷേ ഇതിന് ഫുൾ ആയിട്ടുള്ള ഒരു കൊത്തുപണി ചെയ്തേക്കുന്നത്, തടി വെച്ച് ചെയ്തേക്കുന്ന വർക്ക്, അത് നമ്മൾ അടിപൊളിയാണ്. നമ്മൾ ഒരു പ്രാവശ്യത്തിൽ പോയി ഒന്ന് കാണുക. പിന്നെ ഇത് ഓരോ അഴികളിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഓരോ വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. അതായത് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ഓരോ അഴിയും ഓരോ സ്ഥലത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എത്രയോ പേർക്ക്, ഞാൻ മറന്നുപോയി ശരിക്കും, എത്രയോ പേർക്ക് ഇരുന്ന് ആഹാരം കൊടുക്കുന്ന, അന്നദാനം കൊടുക്കുന്ന, സദ്യ കൊടുക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഓരോരുത്തർ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അതിമനോഹരമായിരുന്നു. ഒരു നടുക്കളമുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ക്ലൈമറ്റും അടിപൊളി. ഇത് റാണിയുടെ കട്ടിലാണ്, അവിടുത്തെ റാണി രാജകുമാരിയുടെ അമ്മയുടെ കട്ടിലാണ്. കട്ടിലിൽ എത്രയോ മരുന്നുകൾ കൊണ്ടാണ് ആ കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഓരോന്നും റാണിയുടെ അമ്മയുടെ സഹോദരി എല്ലാവരുടെയും റൂമും ഇന്നും അതെല്ലാം അടിപൊളിയായിട്ട് അവർ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോഴാണ് ഈ ഒരു മണ്ഡപം കാണുന്നത്. ഇതാണ് നമ്മുടെ മണിച്ചിത്രത്താഴിലെ ശോഭന ചേച്ചി ഡാൻസ് കളിച്ച മണ്ഡപം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുൾ ലൈക്ക് ആണ്.